നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അതിശക്തമായതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ പുതിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെത്തും. വടകര എംപിയായ ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയേറെയാണ്. ഇതിനുള്ള കരുനീക്കങ്ങൾ ഷാഫി നടത്തുന്നുണ്ട്. തനിക്ക് മാത്രമാണ് വിജയസാധ്യതയുള്ളതെന്ന പ്രചരണം KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി ചർച്ചയാക്കും. BJPയുടെ അതിശക്തമായ സ്വാധീനം പാലക്കാടുണ്ട്. ഈ സാഹചര്യത്തെ അതിജീവിച്ചത് ഷാഫിയാണ്. അതിനിടെ പാലക്കാട്ടെ എംപിയായ VK ശ്രീകണ്ഠനും നിയമസഭാ സീറ്റിൽ കണ്ണുവെക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയാണ്. തുടർച്ചയായ മൂന്നാം വട്ടവും ഭരണം പോയാൽ കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ളവർ തന്നെ മത്സരിക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിൽ പൊതുവെയുള്ളത്. അതുകൊണ്ട് തന്നെ പല എംപിമാരും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും. ഈ ചർച്ചകൾക്കിടയിലാണ് ഷാഫിയും ശ്രീകണ്ഠനും പാലക്കാട് നിയമസഭാ സീറ്റ് ഉന്നമിടുന്നത്. പാലക്കാടൻ കാറ്റ് അനുകൂലമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതിന് വെല്ലുവിളിയാണെന്ന തിരിച്ചറിവും ചില കേന്ദ്രങ്ങൾക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ ഷാഫി പറമ്പിൽ കരുതലെടുക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോവുകയായിരുന്നു. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാനാണ് തിരക്കിട്ട യാത്രയെന്നാണ് വിശദീകരണം. വിവാദ വിഷയങ്ങളിൽ രാഹുലിനെ ഷാഫി സംരക്ഷിച്ചു എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണെന്നും പറയപ്പെടുന്നു. പാലക്കാട് നിന്ന് രാജിവെച്ച് വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഷാഫിയാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ചത്. രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് അറിയിച്ചിരുന്നുവെന്നും എന്നാൽ അയാളിൽ എത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്നും വാദമുണ്ട്. ശ്രീധരനോട് കഷ്ടിച്ചാണ് ഷാഫി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. അതുകൊണ്ട് രാഹുൽ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാഫിയെ പാലക്കാട് മത്സരിപ്പിക്കരുതെന്നാണ് വാദം. CPM-ൽ നിന്നും പാലക്കാട് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തത് VK ശ്രീകണ്ഠനാണ്. ഒരു സാധ്യതയും ആരും കൽപ്പിക്കാത്ത സമയത്തായിരുന്നു ശ്രീകണ്ഠന്റെ വിജയം. കഴിഞ്ഞ തവണ കൂടുതൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷവും കിട്ടി. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് MPയെ നിയമസഭയിലേക്ക് പാലക്കാട് മത്സരിപ്പിച്ചാൽ അത് ശ്രീകണ്ഠനെ ആക്കണമെന്നതാണ് കോൺഗ്രസിൽ ഉയരുന്ന മറ്റൊരു വാദം. കേരള രാഷ്ട്രീയത്തിൽ നിറയാൻ ശ്രീകണ്ഠനും താല്പര്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും ഹൈക്കമാൻഡിന് പരാതി പോയിട്ടുണ്ട്. പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരാതി നൽകിയത്. രാഹുലിനെ സംരക്ഷിച്ചത് ഷാഫിയാണെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതികൾ ഷാഫിയെ അറിയിച്ചിട്ടും പ്രതികരിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു. ഈ സാഹചര്യവും പാലക്കാട് വീണ്ടും ഷാഫി മത്സരിക്കുന്നത് ഒഴിവാക്കാനാണ്. രാഹുലിന് പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയതിന് തെളിവാണിത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ രാഹുലിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയവരിൽ കോൺഗ്രസിന്റെ മുൻ MPയുടെ മകളുമുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതി പറയുന്നത്. മുൻ MPയുടെ മകളുടേതടക്കം 9 പരാതികളാണ് AICCക്ക് മുമ്പിൽ രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് സൂചന. രാഹുലിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപക പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് DYFI പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഘർഷത്തിൽ ബാരിക്കേഡ് ഭേദിച്ച് ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കല്ലും വടികളും വലിച്ചെറിഞ്ഞു. ഓഫീസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. ഓഫീസ് ബോർഡ് മറിച്ചിട്ട് പ്രതിഷേധക്കാർ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും കോലം കത്തിക്കുകയും ചെയ്തു. എന്നാൽ ഓഫീസ് ആക്രമിക്കാൻ പോലീസ് കൂട്ടുനിന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു.